വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകം അത് ലഭിക്കുന്നില്ല. പലയിടത്തും പ്രശ്നമാണ്. 2 ദിവസമായി ഇങ്ങനെ ഒരു പ്രതിസന്ധി തുടരുകയാണ് എന്നാണ് ഹോട്ടൽ ഉടമകൾ തന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല, അതിന് കഴിയില്ല. അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരവും അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇതിൽ പ്രശ്നം തുടരുകയാണ്. പാചകവാതക പ്രതിസന്ധി നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. കേരളത്തിലേക്ക് അതിൻ്റെ ആശങ്ക വരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുതലുള്ള ഫീൽഡിലെ വിവരങ്ങൾ. ഹോട്ടലുകാർ അവർക്ക് ഈ നോൺ ഡൊമസ്റ്റിക് സിലിണ്ടർ കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വിവരങ്ങൾ പറയുന്നു. കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് ഈ പ്രതിസന്ധി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളും അടച്ച് ഇടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. നമ്മൾ പല പ്രാവശ്യവും അന്വേഷിച്ചപ്പോഴും ഇന്ന് വൈകുന്നേരം വരെ നോക്കാം, ചിലപ്പോൾ ഇന്ന് വരാം. പിന്നെ അവർ പറയുന്നത് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഗ്യാസ് ഇല്ലാതെ എന്തായിരുന്ന ഒരു ഹോട്ടൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്ഥിതി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അടച്ചു മൂടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറുകിട ഹോട്ടലുകാരെ മാത്രമല്ല, സ്റ്റാർ ഹോട്ടലായിരുന്നല്ലേ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് രാജ്യം പോകുന്നത്. ഇപ്പോൾ അത് ആദ്യം പ്രകടമായി കാണുന്നത് ഹോട്ടൽ മേഖലയിലാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വൻ പ്രതിസന്ധി തന്നെയാണ് ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നാളെ കൊണ്ട് മിക്കവാറും ഹോട്ടലുകളിൽ സ്റ്റോക്കുള്ള സിലിണ്ടറുകളൊക്കെ തന്നെ തീരാൻ സാധ്യതയുണ്ട്. അത് കഴിയുമ്പോൾ ഹോട്ടലുകളൊക്കെ മിക്കവാറും അടഞ്ഞു പോകും. പാചകവാതകം ഇല്ലാതെ ഒരു വർക്കും മുന്നോട്ട് പോകാൻ ഞങ്ങളെ സംബന്ധിച്ച് സാധിക്കില്ല. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിൻ്റെ ആ മാനദണ്ഡം അനുസരിച്ച് കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല വിറകൊക്കെ കത്തിക്കുന്ന ഒരു അടുപ്പിലാണെങ്കിൽ. കാരണം പാത്രങ്ങൾ കറുത്തു പോകും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതായത് LPG ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ്റെ ഒരു പ്രസ്താവന കണ്ടു. 2-3 ദിവസങ്ങൾക്കകം ഇത് സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നുള്ള രീതിയിലാണ് അവരുടെ ലെറ്റർ കണ്ടത്. ഞങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിന് സർവൈവ് ചെയ്യാൻ സർക്കാരിനായാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാചകവാതക വിതരണത്തിലെ പ്രതിസന്ധി അല്ലെങ്കിൽ നിയന്ത്രണം കോഴിക്കോട് ജില്ലയിലുള്ള ഹോട്ടലുകളിൽ, ഭക്ഷണശാലകളിൽ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. പ്രതിദിനം 6 ആവശ്യമുണ്ട്. പക്ഷെ അതിലിപ്പം ചോദിച്ചിട്ട് 4 കിട്ടിയിട്ടുള്ളൂ. ഈ നോമ്പ് സമയത്തായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ ഇനി വരുന്ന പെരുന്നാൾ ആ ഒരു പ്രതിസന്ധി മഴക്കെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. 40 ദിവസത്തിലുള്ള സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട് എന്ന് അവർ പറയുന്നു. കമ്പനികൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കലാണ്, വേറെ നിർത്തിയില്ലല്ലോ. പ്രതിദിനം 6 ഗ്യാസ് സിലിണ്ടറുകളാണ് ആവശ്യം. പക്ഷേ നിലവിൽ 4 മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നതാണ്. വേഗത്തിലുള്ളൊരു പരിഹാരം ഇതിൽ വേണം എന്ന് തന്നെയാണ് ഹോട്ടലും നടത്തിപ്പുകാരും ഉടമകളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്.